അതുകൊണ്ട് 140-ൽ പരം വെറൈറ്റി നെല്ലുകളാണ്. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇത്രയും കളക്ഷൻസ് നമുക്ക് നേരി കാണാൻ. 14ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. കേരളത്തിലാണ് ഏറ്റവും നല്ല വെറൈറ്റി നെൽവിത്തുകളുള്ളത്. ഇതിനകത്ത് ഏതാണ്ട് രാംലി എന്ന് പറഞ്ഞൊരു നെല്ലുണ്ട്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന രാംലി. ഇത് കണ്ണിൻ്റെ കൂട്ടുള്ള കണ്ണിൻ്റെ ഷേപ്പിലുള്ളൊരു നെല്ലാണ്. ഇതിലേറ്റവും വിലയുള്ള നെല്ല് ഇതുണ്ട്. അംബോ മോഹാർ എന്ന് പറഞ്ഞൊരു നെല്ലുണ്ട്. ഇതൊരു വെറൈറ്റി നെല്ല, ഒരു മല്ലിയുടെ ഷേപ്പ്. അതൊക്കെ ഞാനിവിടെ നട്ടിട്ടുണ്ട്, കുട്ടികളെ കാണിക്കാൻ വേണ്ടി ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കളിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റിന് കുഴപ്പമില്ല. ജീരകശാല, വലിച്ചൂരി, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ പൈതൃക. ഇപ്പൊ ഇതൊക്കെ അന്ന് ട്രൈബൽസ് ഒക്കെ ഓരോ പേരിടുന്നത് ഇതിന്റെ ഓരോ ഇത് വെച്ചാ. പിന്നെ നമ്മുടെ പിന്നെ രക്തശാലിയുടെ തന്നെ നല്ല വെറൈറ്റി, ഏറ്റവും റെഡ് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. മുള്ളൻ കയമ, അങ്ങനെ തന്നെ കയമയുടെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ പാൽത്തൊണ്ടി, മരത്തൊണ്ടി, അങ്ങനെയുള്ളൊരു വെറൈറ്റി കുറേ ഉണ്ട്. ബ്ലാക്ക് റൈസോ? പിന്നെ ബ്ലാക്ക് റൈസ് നല്ല വെറൈറ്റി. ഇപ്പോൾ ഒരു 3000-4000 രൂപ വരെയുള്ള അരിയുള്ള ബ്ലാക്ക് റൈസ് ഒക്കെ ഉണ്ട്. അത് പണ്ട് പറയുന്നത് ചൈനയിലെ രാജാക്കന്മാർ വിലക്കപ്പെട്ട അരി എന്ന് പറയുന്നത്, വേറൊരാൾക്ക് കഴിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ളതാണ് ബ്ലാക്ക് റൈസ്. ചൈനയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. നാളികേരം അത് അങ്ങനെ ഒരു വരുന്നല്ല. പിന്നെ ആനക്കൊമ്പനുണ്ട്, ചെടയൻ. പിന്നെ അങ്ങനെ കുറേ, ഇപ്പോൾ ഓരോന്ന് പറഞ്ഞാൽ തീരത്തില്ല. ഇപ്പം നമ്മൾ ഇതിന് വേറൊരു പരിപാടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു സൈക്കിൾ നിർമ്മിച്ചു. ഈ സൈക്കിളിൽ ഇന്ത്യ മൊത്തം ഇത് ഇങ്ങനെ വിത്തുകൾ കൊണ്ടുപോകാനും അവിടുത്തെ വിത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഈ പൈതൃകമായിട്ടുള്ളതിനെ നഷ്ടപ്പെടാതെ അപ്പോൾ പൈതൃകമായിട്ടുള്ളത് നഷ്ടപ്പെടാതെ നമ്മളിത് ചെയ്യുമ്പം എങ്ങനെ ഇതിനെ പ്രോഡക്റ്റാക്കി ഇറക്കാം, അതിൻ്റെയും കൂടെ ശ്രമത്തിലാണ് ഞാൻ മുമ്പേ കാണിച്ച സാധനങ്ങളെല്ലാം. അപ്പോൾ നമുക്കത് കച്ചവടത്തിലോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, പക്ഷേ നമുക്ക് കർഷകരോട് പറഞ്ഞു കൊടുത്തിട്ട് ഈ പ്രോഡക്റ്റിനെ എങ്ങനെ വെളിയിൽ കൊടുത്തിട്ട് ഉപകാരപ്പെടുത്താൻ പറ്റും. നല്ല രീതിയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൾക്കാർ മേടിക്കും. അപ്പം നമുക്കിപ്പോൾ ജൂൺ കഴിഞ്ഞിട്ട് തുടങ്ങുക. അത് പിന്നെ മാമൻ്റെ മോനാണ്, മനുലാലാണ് യാത്ര ചെയ്യുന്നത്. വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും ഒക്കെ വാർത്ത വന്നു. വലിയൊരു സന്തോഷമായിരുന്നു. കാരണം അത് ഇന്ത്യ മൊത്തം ഒരു യാത്ര മാത്രമല്ല, നമുക്ക് പല കർഷകരെ നമുക്ക് കൂടുതൽ അറിഞ്ഞു പരിചയപ്പെടാം. സൈക്കിൾ ആകുമ്പോൾ നമുക്ക് എവിടെയും ചെന്ന് കയറാം. അപ്പോൾ അങ്ങനെ ഒരു രീതിയും കൂടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൈക്കിൾ നിർമ്മിച്ചത്. റെക്കമെൻഡ് സൈക്കിൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ നിർമ്മിച്ചു. ഇന്ത്യക്ക് വെളിയിലുണ്ടത് ഒരു സായിപ്പ് നമ്മളിവിടെ വന്നിട്ട് പോയതാണ്. അപ്പോൾ ആ രീതിയിലുള്ള സൈക്കിളിലാണ് നമ്മൾ പോകുന്നത്. അപ്പം പറഞ്ഞാൽ തീരില്ല. ഇനിയിപ്പം നമ്മൾ ഇത് നിർത്തിയിട്ട് ഇനിയിപ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം ബ്രോ, കാരണം നല്ല തിരക്കാണ്. അതിനിടയ്ക്ക് നമുക്ക് വേണ്ടി സമയം തരുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും.